ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ടിപ്സാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീഡിയോ എടുത്ത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ എടുത്തിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ മെയിൻ വീഡിയോ 2 വീഡിയോസ് എടുത്തിട്ടു. ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ ഈ ഇടയ്ക്കൊരു ഫ്രെയിമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മീഡിയയിൽ ഒരു തമ്പനെയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ പോവാണ്. ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഓഡിയോ എടുത്തിട്ടുണ്ട്. ഓഡിയോയിൽ ഫോൾഡേഴ്സ്, കൈൻമാസ്റ്ററിൻ്റെ ഓഡിയോ ഇതെടുത്തു, പ്രസ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലേ, അതിനകത്ത് ഇവിടെ ഡക്റ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡക്റ്റിംഗ് കൊടുത്തു. ഇപ്പോൾ ഉണ്ടോ അതിൻ്റെ കളർ മാറിയതുണ്ടോ? സാധാരണ രീതിയിലുള്ള കളറല്ലല്ലോ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ ടിപ്പ് കൊടുത്തു. ഇനിയിപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോയുടെ ഓപ്ഷനിൽ ഞാൻ മെയിൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാമെന്ന് മാത്രം. ഇവിടെയാണ് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്, ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ വേറൊരു ബെനിഫിറ്റ്സ്, ഇപ്പോൾ സാധാരണ ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും നല്ല കുറഞ്ഞ സൗണ്ടിലാണ് വേണ്ടതല്ലേ, നമ്മുടെ മെയിൻ കണ്ടൻറ്റിൻ്റെ സൗണ്ടാണ് എപ്പോഴും കറക്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു മെയിൻ കണ്ടൻറ്റിൻ്റെ സൗണ്ട് അങ്ങനെ വെച്ച് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വെച്ച് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ. ഇപ്പോൾ കണ്ടോ, ആ ഒരു സൗണ്ട് വളരെ ചെറുതായിട്ടാണ് കേൾക്കുന്നത്. ഇത് നമുക്ക് ഡക്റ്റിങ്ങിൽ ഈ ഒരു സംഭവത്തിൽ പോയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാധനം ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞിരിക്കുക. അല്ലേ, രണ്ടും കൂടി ആകെ കുളമായിപ്പോയി. അപ്പോൾ ശരിക്കും ഈ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇൻട്രോയിലും ഇതിലും വേണ്ട, ഈ ഒരു ഭാഗത്ത് മാത്രമേ എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് വേണ്ടിയിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ, അതായത് ഇവിടെ നമുക്ക് ഓൾറെഡി മ്യൂസിക് ഇല്ല, പക്ഷേ ഇൻട്രോയിലും ഇതിലും മ്യൂസിക് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് എനിക്കൊരു മ്യൂസിക് വേണ്ട. എന്താ ചെയ്യുക, നമ്മൾ കറക്റ്റ് ഈ സ്പേസിൽ കൊണ്ടുവച്ച് കട്ട് ചെയ്ത് ബാക്കിയുള്ളത് ഒക്കെ കളയുമല്ലേ. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഭയങ്കര സിമ്പിളാണ്. ഇതിവിടെ നമ്മുടെ മീഡിയ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണ് ആവശ്യമുള്ളത്, ഏത് മീഡിയയിലൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുള്ളത് അതിൽ മാത്രം 100 വയ്ക്കുക, ബാക്കിയുള്ള എല്ലാത്തിലും 0 വയ്ക്കുക. ഇവിടെ വീണ്ടും പ്രസ് ചെയ്യുക, അതിനകത്ത് മുകളിൽ പ്രസ് ചെയ്യുക, 0 കൊടുക്കുക. ഇപ്പോൾ എന്ത് സംഭവിച്ചാൽ ഇതുവരെ ഇതിൻ്റെ മെയിൻ വീഡിയോ പ്ലേ ആവും. അത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം വരുമ്പോൾ ഈ ഒരു വീഡിയോ പ്ലേ ആവും. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ഓഡിയോ പ്ലേ ആവും. ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം അല്ലേ. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സ്പേസിൽ എനിക്ക് സൗണ്ട് ഇല്ല, കണ്ടോ, അതിൽ വളരെ സൗണ്ട് ഇല്ല. പക്ഷേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഫുള്ള് വേണ്ട, ഒരു പകുതി മതിയെങ്കിൽ അതിനകത്ത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ ഒരു വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ 3 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തരാം കേട്ടോ. പ്രസ് ചെയ്യുക, അവിടെ വോളിയല്ല. ഈ ഒരു സൈഡിലുള്ള ആ ഒരു ലെവൽ നോക്കി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ ഈ ഓഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വഴി നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.